Once again, welcome back to KCS Open University. KCS Open യൂണിവേഴ്സിറ്റിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ ആണ് ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്. ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി 2024 അഡ്മിഷൻ്റെ ഡീറ്റെയിൽ നമ്മൾ ഇതിനേക്കാൾ മുമ്പുള്ള ഒരു വീഡിയോയിൽ ചെയ്തതാണ്. സോ ആദ്യം യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ മാസം 15-ാം തീയതി മുതൽ അഡ്മിഷൻ ഓപ്പൺ ആകുമെന്നുള്ളതാണ്. സോ അതിലൊരു ചേഞ്ച് വന്നിരിക്കുകയാണ്. അഡ്മിഷൻ്റെ ഡേറ്റ്, രജിസ്ട്രേഷൻ ഡേറ്റ് അവരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എന്തെങ്കിലും ആ ഡീറ്റെയിൽസിലോട്ട് പോകാം. അപ്പോൾ 15-ാം തീയതി എന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ അവർ മാറ്റിയിരിക്കുകയാണ്. ഈ മാസം 20-ാം തീയതി മാത്രമേ ഓപ്പൺ ആവുകയുള്ളൂ. സോ ഇതാണ് ഡീറ്റെയിൽസ്. ഇതാ രജിസ്ട്രേഷൻ വിൽ ഓപ്പൺ ഓൺ 20th June 2024 ഓൺവേർഡ്സ്. അപ്പോൾ ആദ്യം 15-ാം തീയതി എന്ന് പറഞ്ഞത് 2024 ജൂൺ 20-ാം തീയതിയിലേക്ക് അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 31-ാം തീയതി വരെയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. മേ ബി അത് ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചേഞ്ച് വന്നിട്ടുണ്ട്. പല കുട്ടികളും അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ 15-ാം തീയതി എന്നല്ല ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഇന്നലെ മുതൽ എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. സോ ഇതാണ് ചേഞ്ച് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും 20th അഡ്മിഷൻ ആരംഭിക്കുമ്പോൾ അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏത് കോഴ്സാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞു ഇവർ ഓഫർ ചെയ്യുന്ന കോഴ്സസിൻ്റെ ഡീറ്റെയിൽസ് ദെൻ മറ്റ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് അതും 4 year UG പ്രോഗ്രാംസ് ഇതാ ഇവർ ഓഫർ ചെയ്യുന്ന കോഴ്സ് ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളൊക്കെ BBA BCom അതുപോലെ തന്നെ BA ഇംഗ്ലീഷ്, മലയാളം, ഹിസ്റ്ററി, സോഷ്യോളജി ഇതൊക്കെയാണ് 4 year UG പ്രോഗ്രാംസ് ഉണ്ട്. അതുപോലെ തന്നെ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞാണ്. UGC അപ്രൂവൽ ചെയ്തിട്ടുള്ള കോഴ്സസിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ സെൻറ്ററുകൾ ഏതൊക്കെയാണ് എന്നുള്ളത്. ഡിഗ്രി ആണെങ്കിലും UG ആണെങ്കിലും ഓക്കെ. അപ്പോൾ ഇനി അഡ്മിഷൻ്റെ ഡേറ്റ് 20-ാം തീയതി അല്ലേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതിനേക്കാൾ മുമ്പ് നമ്മളതിൻ്റെ ഫീസ് സ്ട്രക്ചറിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, നിങ്ങളുടെ ഒരുപാട് സംശയങ്ങൾ എനിക്ക് സെപ്പറേറ്റ് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ 1 by 1 ആയിട്ട് ഓരോ വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇങ്ങനെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അപ്ലൈ ചെയ്യുമ്പോൾ കമ്മ്യൂണിറ്റി അനുസരിച്ചിട്ട് കിട്ടുന്ന നിങ്ങളുടെ ഫീസ് ആനുകൂല്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഇവർ പറഞ്ഞിട്ടുള്ള മാനദണ്ഡങ്ങളൊക്കെ ഉറപ്പാക്കുക. അപ്പോൾ അഡ്മിഷന് മുമ്പ് ഞാൻ ആ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇപ്പോൾ സ്റ്റാർട്ട് ആയിട്ടില്ലല്ലോ, 20-ാം തീയതിക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതിനേക്കാൾ മുമ്പ് തന്നെ ഞാൻ ആ എൻറ്റയർ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോയും കൂടിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ദെൻ നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom BBA അതുപോലെ തന്നെ MCom കോഴ്സസിനെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. അപ്പോൾ അഡ്മിഷൻ ഒക്കെ ആരംഭിച്ചതിന് ശേഷം നമ്മൾ ക്ലാസ്സസ് ആരംഭിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.